സെക്രട്ടറി ശ്രീ പ്രമോദ് പയ്യന്നൂർ അദ്ദേഹം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ രമേഷ് കുമാർ കോറമംഗലം അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മായമ്മയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ശ്രീ അജയ് ഘോഷ് പരവൂരിനെ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഉണർദം ആർട്സ് ഡിജിറ്റലിന്റെ ബാനറിൽ ശ്രീ രമേഷ് കുമാർ കോറമംഗലം രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് മായമ്മ. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലം പുള്ളുവൻ നാവൂർ പാട്ടിന്റെ ഒരു പശ്ചാത്തലമാണ്. പുള്ളുവൻ പാട്ട് നമുക്കൊക്കെ സുപരിചിതമാണ്. നാവൂർ പാട്ടിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ഇപ്പോൾ ഞാൻ നമ്മുടെ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ശ്രീ രാജേഷ് വിജയിൽ നിന്ന് മനസ്സിലാക്കി. അതിനെക്കുറിച്ച് കൂടുതൽ അറിവും പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിത്വം നമ്മുടെ ഇടയിലുണ്ട്, ശ്രീ കണ്ണൻ പോറ്റി. അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഒരു വ്യത്യസ്ത ചിത്രമാണ് മായമ്മ. അപ്പോൾ അതിൻ്റെ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 ചടങ്ങുകൾ ഇവിടെ ഒരേ സമയം അരങ്ങേറുകയാണ്. അപ്പം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രാർത്ഥന, ഒരു മൗന പ്രാർത്ഥന, എല്ലാവരും ഒരു 10 നിമിഷം എണീറ്റ് നിന്ന് മൗന പ്രാർത്ഥന. അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രീ രാജശേഖരൻ നായരെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട സദസ്സിലിരിക്കുന്ന എൻ്റെ ഗുരുജനങ്ങളെ, മറ്റ് വിശിഷ്ട അതിഥികൾ, അവരെ പേരെടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല, എല്ലാം സുപരിചിതരാണ് നമുക്ക്. ശ്രീ രമേഷ് കോറമംഗലത്തിൻ്റെ തിരക്കഥാ സംഭാഷണം രചിച്ച അദ്ദേഹത്തിൻ്റെ സ്വന്തം മായമ്മ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം മാളം പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ഈ വാചാലമാകും ഈ മായമ്മയെ കുറിച്ച് പുള്ളിയെടുത്ത് സംസാരിക്കുമ്പോൾ. പുള്ളി അതിലോട്ട് എനിക്ക് തോന്നുന്നത് 1-2 വർഷമായിട്ട് ഇതിൻ്റെ പിറകെ തന്നെ. അപ്പം പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇതിൻ്റെ തിരക്കഥയും ബാക്കി കാര്യങ്ങളും പാട്ടും ഗാനങ്ങളെല്ലാം നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആസ്വാദനത്തിനുള്ള വകയുള്ള സാധനമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ രാജേഷ് വിജയൻ്റെ സംഗീത സംവിധാനം, എല്ലാ ഗാനങ്ങൾ പാടി ആലപിച്ചിരിക്കുന്നതും, അതുപോലെ തന്നെ നമ്മുടെ അഭിനേതാക്കളും പുതുമുഖങ്ങളും ഉണ്ട്, പഴയ മുഖങ്ങളും കൊണ്ട്. അപ്പം അതിൽ ഈ അഭിനയിച്ചിരിക്കുന്നവർ തന്നെ അതിനോട് ആത്മാർത്ഥത പുലർത്തി അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഈ പടത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിന് എനിക്കൊരു സന്തോഷം തോന്നുന്നു. അതിൽ ഇതൊരു ടീം വർക്കാണ്. അപ്പം ഇത് പറയുകയാണെങ്കിൽ ഈ അനിൽ കഴക്കൂട്ടം, അതുപോലെ നവീൻ താജ്, അപ്പം രമേഷ് കോറമംഗലം, അപ്പം ഇങ്ങനെ ഇവരെല്ലാം ഒരു ടീം വർക്കാണ്. അപ്പം ടീം എന്ന് പറയുന്നത് അത് നമുക്ക് പറഞ്ഞാൽ പുറമേ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. എല്ലാം ഇഴുകി ചേർന്ന്, അതായത് ഞങ്ങൾ ഈ ഷൂട്ടിങ്ങിലൊക്കെ എന്ന് പറയുന്നത് ഡബിൾ റൂമിൽ ഞങ്ങൾ 6 പേർ ഉറങ്ങും. അപ്പം ഇതിൽ ഇപ്പോൾ നമ്മുടെ അനിൽ കഴക്കൂട്ടം പറഞ്ഞു, കഴക്കൂട്ടത്ത് മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് കൊടിയേറ്റ് അതിലേക്ക് ഓടിയതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞാൽ ഈ കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിൽ 4 മണിക്ക് ദർശനം നടത്തും. അതുപോലെ തന്നെ ലൊക്കേഷനിൽ 4 മണിക്ക് ഇതായിരിക്കും. ഞങ്ങളെയൊക്കെ വിളിച്ച് അതൊരു രസകരമായ ഒരു അനുഭവമാണ്. നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടനും 4 മണിക്ക് ചിലപ്പോൾ കൂടിയിട്ടുണ്ട് നമ്മളോടൊപ്പം ലൊക്കേഷനിൽ വെച്ച്. അപ്പം ഇത് നല്ലൊരു ഈ ഇടക്കാലങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഒരു കഥ, അതായത് പുള്ളോം പാട്ട്, നാവൂർ പാട്ട്, ഇങ്ങനെ നമുക്ക് ഈയിടെയായിട്ട് നമുക്ക് ഇടക്കാലങ്ങളിൽ കണ്ടിട്ടില്ല. കാരണം അടിപൊളി പാട്ടും മറ്റേ തമിഴ് പടത്തിലാണ് നമുക്ക് കൂടുതൽ പ്രാധാന്യം നമ്മുടെ യുവതലമുറ കൊടുക്കുന്നത്. അപ്പം അതിലുപരി ഇതൊരു പ്രത്യേക
ദൈവികത്വമുള്ള ഈ നടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച 2 ആഴ്ച വ്രതം എടുത്താണ് ഒരു സീനൊക്കെ അഭിനയിച്ചത്. കാരണം അത്രയും ഇതിനോട് അവര് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. ഈ പടം എത്രയും നല്ല രീതിയിൽ വിജയം കൈവരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഇതില് മായം എന്ന ടൈറ്റിൽ റോൾ ചെയ്യുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതയായ നമ്മുടെയൊക്കെ സ്വീകരണ മുറികളിൽ ദിനവും ടെലിവിഷൻ സീരിയലിലൂടെ എത്താറുള്ള അങ്കിത വിനോദാണ്. അങ്കിത വിനോദ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച അതും നമുക്ക് വളരെ സുപരിചിതയാണ് ശ്രീമതി ഇന്ദുലേഖയും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ വർഷങ്ങളായിട്ട് പത്മരാജന്റെ കൂടെ നിഴല് പോലെ നിന്ന് സിനിമയിൽ വരികയും സർക്കാർ ഉദ്യോഗസ്ഥനും കൂടിയായ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ചലച്ചിത്ര നടൻ ശ്രീ പൂജപ്പുര രാധാകൃഷ്ണൻ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് കേൾക്കാൻ സൗകര്യമൊരുക്കി തന്ന പ്രശസ്ത ഗായിക ശ്രീമതി അഖില ആനന്ദ് ഇവിടെ എത്തിയിട്ടുണ്ട്. ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ടർ രാജേഷ് വിജയ്, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ചെന്നൈ സ്വദേശിയാണ്. അദ്ദേഹം അവിടെ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അനിൽ കഴക്കൂട്ടമുണ്ട്, കണ്ണൻ കുറ്റി, ബിജു കലാവേദി, അങ്ങനെ സുപരിചിതരായിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും പേരെടുത്ത് പറയാൻ പറ്റുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അടുത്ത നമ്മൾ കാത്തിരുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കാം. 7 തിരി തെളിച്ചാണ് ഇന്ന് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം പ്ലാൻ ചെയ്തിരിക്കുന്നത്. 7 തിരി തെളിക്കുന്നതും, കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ തിരി തെളിക്കുക സാധാരണ പെൺകുട്ടികളായിരിക്കും, സ്ത്രീകളായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മാതൃക കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെയും 7 തിരിയിട്ട വിളക്ക് തിരി തെളിക്കുന്നത് 7 വനിതാ രത്നങ്ങളാണ്. അവരെ ഓരോരുത്തരായിട്ട് ഞാൻ വിളിക്കാം. അവര് വേദിയിലേക്ക് വരിക. മായം എന്ന ടൈറ്റിൽ റോൾ അവതരിപ്പിച്ച അങ്കിത വിനോദ്. ശ്രീമതി ഇന്ദുലേഖ. ശ്രീമതി അഖില ആനന്ദ്. ശ്രീമതി സീതാലക്ഷ്മി. വഴിയൊന്ന് വിട്ടുകൊടുത്താൽ. ശ്രീമതി രമ്യ രാജേഷ്. ശ്രീമതി അനു നവീൻ. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞ ഇത്ര ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ പ്രതീക്ഷയല്ല ഞാൻ കുട്ടനെന്ന് വിളിക്കുന്ന എൻ്റെ ഒരു അനിയൻ അനിൽ കഴക്കൂട്ടം എന്നെ ഇന്നലെയല്ലേ വിളിച്ചത്. ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് വരാൻ സാധിക്കുമോ രാവിലെ 10 മണിക്ക്. ഇവിടെ ഒരു ചെറിയ വാക്ക് പറഞ്ഞില്ലേ, ചെറിയൊരു ഓഡിയോ ലോഞ്ച് ഇവിടെ ഉണ്ടായിരിക്കും. എസ്എൽ തിയേറ്ററിൽ വെച്ചിട്ടാണ്. അപ്പം ഞാനിവിടെ പല ഫംഗ്ഷൻസും അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിരിക്കുന്നത് വെച്ചാൽ ആ വാതൊക്കെ എവിടെയെങ്കിലും നിന്ന് ഒന്നല്ലെങ്കിൽ ചെറിയ കേക്ക് മുറിക്കൽ, അല്ലെങ്കിൽ 2 സംസാരം, അത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു പോകും. അപ്പം അങ്ങനത്തെ ഒരു പ്രതീക്ഷയിലാണ് ഞാനിവിടെ എത്തിയത്. എത്തിക്കഴിഞ്ഞപ്പോഴല്ലേ നോക്കിയപ്പോൾ
അജയ് തുണ്ടത്തിൽ നയിക്കുന്ന ഏറ്റവും വലിയൊരു ഗംഭീരമായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഞാൻ ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിനാദ്യം തന്നെ ഞാൻ അതിനൊരു കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ 2024 എന്ന് പറയുന്നത് വളരെ സിനിമയെ സംബന്ധിച്ച് വളരെ ഒരു ഐശ്വര്യമുള്ള ഒരു വർഷം തന്നെയാണ്. എത്രയോ സിനിമകൾ ഈ വർഷം ഇറങ്ങിയെന്ന് മാത്രമല്ല എല്ലാം വൻ വിജയമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ബാംബുവിലല്ലോ മഞ്ഞുമൽ ബോയ്സ്, നമ്മുടെ പ്രേമലു, അല്ലെങ്കിൽ ബ്രഹ്മയുഗം, അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിയ ആവേശം, അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ ഈ സിനിമകളെല്ലാം തന്നെ ഒന്നിനു മേലൊന്നിനായിട്ട് ഇങ്ങനെ ഹിറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഒരു കൊച്ചു പണം എന്ന് വേണമെങ്കിൽ തന്നെ ഇതിനെ പറയാം. കാരണം ഇതിനകത്ത് വലിയ താരങ്ങളൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് താരങ്ങൾ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ പ്രിയങ്കരിയായി എൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിച്ച അങ്കിത, അതായത് അന്ന് സീരിയൽ അഭിനയിക്കുമ്പോൾ, പാടത്തമിഴ് പൈകിളിയിൽ അഭിനയിക്കുമ്പോൾ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. എൻ്റെ മോളായിട്ട് അന്നേരത്തിൽ മോളെന്ന് പറയാം, മോളായിട്ട് അഭിനയിച്ചു. അപ്പോൾ ആ കുട്ടി ഇതിനൊരു നായികയായി എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സുകൊണ്ട് ഏറ്റവും ഇന്ന് ഇവിടെ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. പൂജപ്പ രാധാകൃഷ്ണൻ, എൻ്റെ ഏറ്റവും ബഹുമാനിക്കുന്ന, എൻ്റെ കൂടെ നേരത്തെ ആത്മയുടെ കേസ് പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ 14 വർഷമായിട്ട് ജനറൽ സെക്രട്ടറിയാണ്. 19ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ഞങ്ങൾ ഈ ആത്മ. അത് തുടക്കം കുറിച്ചത് പൂജപ്പ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് വലിയൊരു കൈയ്യടി കൊടുക്കണം. കാര്യങ്ങൾ കൊട്ടാനും പഠിച്ച് ഉയർത്തിയ അദ്ദേഹത്തിന് ഇന്നും രംഗത്ത് സീരിയലാകട്ടെ സിനിമയാകട്ടെ ഏറ്റവും നെടുന്തൂണായിട്ട് നിൽക്കുന്നു. ശ്രീ KV ഗണേഷ് കുമാറിന്റെ വലങ്കൈയായിട്ട് നിൽക്കുന്നു. എല്ലാം കൊണ്ടും സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. പിന്നെ ഓഫ്കോഴ്സ് അഖില ആനന്ദ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കാഴ്ചയിൽ സൗന്ദര്യം മാത്രമല്ല ഏറ്റവും നല്ല സ്വരമാധുര്യവും, എൻ്റെ കൂടെ തന്നെ ഇഷ്ടം പോലെ ഷോസിൽ എൻ്റെ ഒരു വലം കൈയായിട്ട് നിന്നിട്ട് ഞങ്ങൾ ഷോസ് ചെയ്തിട്ടുണ്ട്. രാജേഷിന്റെ കാര്യം ഞാൻ എടുത്ത് പറയണം. കാരണം വെച്ചാൽ രാജേഷ് എനിക്ക് തോന്നുന്ന ആ ഒരു ജാസി ഗിഫ്റ്റിന്റെ ഒക്കെ കൂടെ തുടങ്ങിയ കാലഘട്ടം മുതൽ എൻ്റെ അന്നത്തെ ഞാൻ ഇവന്റ് മാനേജ്മെന്റ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം കൂടെ നിങ്ങളുടെ അറിയിച്ചോട്ടെ. ആ ഒരു സമയത്ത് എൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് എബ്രോഡ് ഒരു ഷോ ചെയ്തത്. ജാസി ഗിഫ്റ്റിന്റെ ഷോ ആയിരുന്നു അത്. ഞങ്ങൾ ഒരുമിച്ചാണ് ദുബായിലും അബുദാബിയിലൊക്കെ പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒട്ടുമുക്കാൽ ഷോസിലെല്ലാം ഈ പറഞ്ഞവരെല്ലാവരും സ്ഥിരം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഒരു സാന്നിധ്യം മാത്രമല്ല, ഇവർ ഇന്ന് വെറും പാട്ടുകാരായിട്ടല്ല നിൽക്കുന്നത്. ഇവർ ഇന്ന് വളരെ മെച്യൂർ ആയിട്ടുള്ള സിംഗേഴ്സായി, ഒരാൾ മെച്യൂർ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറായി. ഇപ്പൊ ചെന്നൈയിൽ വാസം തുടങ്ങി തമിഴൊക്കെ ചെയ്തു തോന്നല്ലേ, ആ തമിഴൊക്കെ ചെയ്തിങ്ങനെ നിൽക്കുന്നു. പിന്നെ അഫ്കോഴ്സ് നമുക്ക് വേദിയിലിരിക്കുന്ന ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അജയ് തുണ്ടത്തിൽ എൻ്റെ ഒരു ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സഹോദരൻ തന്നെയാണ്. ഏത് കാര്യത്തിലും എന്നെ വിളിക്കാറുണ്ട്, എന്നെ അറിയിക്കാറുണ്ട്. മാത്രമല്ല എൻ്റെ എന്തെങ്കിലും ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ആവശ്യമുണ്ടെങ്കിൽ ആദ്യം വിളിക്കുന്ന വ്യക്തി അജയ് തുണ്ടത്തിൽ തന്നെയാണ്. ഒരു പേഴ്സണൽ ബന്ധമാണ് അവിടെ. ആ പേഴ്സണൽ ബന്ധം നിങ്ങളായിട്ടും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നു. അതിന് തെളിവാണ് ഇത്രയും പേരിവിടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പ്രൊഡ്യൂസറെ അങ്ങനെ നേരിട്ട് പരിചയമില്ല, എന്നാൽ പ്രൊഡ്യൂസർ ഒരു മഹത് വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സംവിധായകൻ, ഒരിക്കൽ ഞങ്ങൾ ഈ അടുത്ത് ഒരു ചെറിയ ചർച്ച നടത്തുകയുണ്ടായി ഈ സിനിമ റിലീസിനെ പറ്റി. എൻ്റെ മനസ്സിൽ തോന്നിയ ആശയങ്ങളൊക്കെ, കാരണം നിങ്ങൾക്ക് എത്ര പേർക്ക് എന്നെ പേഴ്സണലി അറിയാവുന്ന അറിയില്ല. ഞാൻ കിരീടം മുതൽ ഒരു 9 സിനിമ നിർമ്മിക്കുകയും അതിനുശേഷം 16 സിനിമ വിതരണം ചെയ്യുകയും ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തുകയും പിന്നെ അഭിനേതാവായി മാറുകയും പിന്നെ സ്വന്തമായിട്ട് ഒരു സ്റ്റുഡിയോ നടത്തുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി എന്ന നിലയ്ക്ക് അനിൽ കഴക്കൂട്ടം ആവശ്യത്തിനായി എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ ഇന്നത്തെ ഇൻഡസ്ട്രിയിലുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇവർ ഇന്ന് ഓഡിയോ ലോഞ്ച് ഇവിടെ ഗംഭീരമായിട്ട് നടത്തുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഓഡിയോ ലോഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രെയിലർ ലോഞ്ച് എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ജസ്റ്റ് തിരികൊടുക്കൽ മാത്രമാണ്. ഇനിയാണ് ഇത് കത്തി പടർന്ന് ഒരു വലിയ വൻ ഹിറ്റായിട്ട് മാറേണ്ടത്. നമ്മൾ ഇന്നിവിടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഈ സിനിമയുടെ ഒരു ഫീൽ നമുക്ക് കിട്ടും. അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് പോകുന്നത് സംവിധായകനും എഴുത്തുകാരനും അതിൻ്റെ കൂടെ ക്യാമറമാനും ഇവരൊക്കെ എല്ലാവർക്കും തന്നെയാണ്. പിന്നെ ഓഫ്കോഴ്സ് കൺട്രോളർ ഭംഗിയായിട്ട് ഈ പടം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. കാരണം രാവിലെ 4 മണിക്ക് എഴുന്നേൽപ്പിച്ച് ഇവരെ എല്ലാം പണിയെടുപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ കഴിവ് ഞാൻ സമ്മതിച്ചു. കാരണം ഇന്നത്തെ കാലത്ത്
ആരും ഒരു 7 മണി 8 മണി 10 മണി ആകാതെ സിനിമ ഇൻഡസ്ട്രി സെറ്റിൽ എത്താറില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അത് സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഞാനിവിടെ വിട്ടുപോയ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇന്ദുലേഖയാണ്. ഇന്ദുവിന്റെ നമ്മുടെ കൂടെ ഇല്ല. പോറ്റിയും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ആത്മ എന്ന് പറയുന്ന അസോസിയേഷൻ മെമ്പേഴ്സ് എന്ന് മാത്രമല്ല, ഞങ്ങൾ അങ്ങനെ ഒരു വളരെ പേഴ്സണൽ ലെവലിൽ തന്നെ ഒരു ബന്ധം സൂക്ഷിക്കുന്നവരാണ്. ഇനി ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ഒരു കൊച്ചു സിനിമയാകട്ടെ വലിയ സിനിമയാകട്ടെ ഏതായാലും ശരി, അത് ജനത്തിലേക്ക് എത്തണം, ജനത്തിന് ഇഷ്ടപ്പെടണം. ഒരിക്കലും സംവിധായകൻ സിനിമ എടുക്കുന്നത് സ്വന്തം ഇഷ്ടത്തിനായിരിക്കരുത്, അല്ലെങ്കിൽ നിർമ്മാതാവ് സ്വന്തം എനിക്കിതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് സിനിമ എടുക്കാൻ പാടില്ല. ജനത്തിന് എന്ത് വേണം, അവർക്ക് വേണ്ടിയാണ് നമ്മൾ സിനിമ എടുക്കുന്നത്. ഇല്ലെങ്കിൽ അവസാനം അതിന്റെ റിസൾട്ട് ദയനീയമായിരിക്കും. അത് നമ്മൾ ഈ അടുത്ത കാലത്തെ പേരെടുത്ത് പറയുന്നില്ല, പല പല വൻ താരനിരയുള്ള സിനിമ പോലും തകർന്നണിഞ്ഞ ചരിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ സിനിമ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു കൊച്ചു സിനിമ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് നിർമ്മാതാക്കളും സംവിധായകനും ബാക്കി അതിലെ എൻറ്റയർ ക്രൂവും. നിങ്ങൾക്കല്ല അതിലൂടെ ഹീറോ അല്ല ഇതിന്റെ സിനിമയല്ലേ, ഞാൻ സോറി വിട്ടുപോയി. ഹീറോയിൻ ജസ്റ്റ് ഇന്ന് പരിചയപ്പെട്ടതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും കുറെ പേര് ഇവിടെ വേണ്ടപ്പെട്ടവരുണ്ട്. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. ഈ ഒരു ഫംഗ്ഷന് എന്നെ വിളിച്ചു എന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ ഇന്നലെ പെട്ടെന്ന് വിളിച്ച് വരാൻ പറ്റുമോ എന്നുള്ള സംശയത്തിലായിരുന്നു ആദ്യം. പക്ഷെ ഇന്ന് എന്തായാലും സമയം കണ്ടെത്തി ഇവിടെ എത്താൻ സാധിച്ചു. മാത്രമല്ല ഈ ഒരു ഹാളിന്റെ ഒരു ആംബിയൻസ് തന്നെ സത്യം പറഞ്ഞാൽ ഇതിനെ മാറ്റി കൂട്ടുന്നുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഹാളിൽ വരുന്നത് തന്നെ. ഇതൊരു തിയേറ്റർ എല്ലാം തോന്നുന്നു അല്ലേ? ഏതായാലും വളരെ ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഹാള് കിട്ടിയതും ഇതിനെപ്പറ്റി ചിന്തിച്ചതിനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൺഗ്രാലേഷൻസ് പറയുന്നു. ഇനി ഈ സിനിമ മായമ്മ എന്ന് പറയുന്ന സിനിമ മലയാള ഇൻഡസ്ട്രിയിലെ ഒരു മുതൽക്കൂട്ടായി മാറട്ടെ. അതിൽ സംഗീത വിഭാഗമാണെങ്കിലും അഭിനയത്തിന്റെ വിഭാഗമാണെങ്കിലും സംവിധാനത്തിന്റെ സൈഡിലായാലും ശരി, ക്യാമറയുടെ സൈഡിലായാലും ശരി, ആർട്ടിന്റെ സൈഡിലായാലും അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ സൈഡിലായാലും എല്ലാം കൊണ്ടും ഒരു മികച്ച സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത്. ആ വൈബ് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഇത് സിനിമ മാർക്കറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇന്ന് പോസ്റ്റർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. വെറുതെ തിയേറ്ററിന്റെ പുറത്തുകൊണ്ടേ പോസ്റ്റർ ഒട്ടിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇന്നത്തെ കാലം ഡിഫറെന്റ് ആണ്. ഇന്നത്തെ കാലത്ത് തിയേറ്ററിലെ ആൾക്കാർ വരുത്തിയാൽ മാത്രമേ സിനിമ വിജയിക്കുള്ളൂ. അല്ലാതെ ഞാൻ ചെറിയൊരു ചരിത്രം പറയുകയാണെങ്കിൽ 2018 കോവിഡൊക്കെ വരുന്നതിന് മുമ്പ് എന്നെ ഒരു സിനിമയിലെ നായകനായിട്ട് വിളിച്ചു. ചിരിക്കില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, ഈ നായക വേഷത്തിൽ ചെയ്യാനുള്ള വ്യക്തിത്വം ഒന്നും എനിക്കില്ല. അത് പറഞ്ഞ ഒരു റിട്ടയർഡ് കേണലിന്റെ വേഷമാണ്, താങ്കൾ തന്നെ ചെയ്യണം. നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം, പക്ഷെ ഇത് മാർക്കറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ പറ്റും. ഇല്ല കുഴപ്പമില്ല, ഞാനത് ചെയ്തോളാം എന്ന്. അപ്പൊ അദ്ദേഹം അത്രയും വിശ്വാസത്തോടുകൂടി എന്നെ ഒരു വേഷത്തിന് വിളിക്കുമ്പോൾ ഞാൻ പോകണമല്ലോ, എന്റെ ഡ്യൂട്ടിയാണത്. ഞാൻ പോയി അഭിനയിച്ചു, നല്ല വേഷമായിരുന്നു, എല്ലാം കഴിഞ്ഞു. സിനിമയും ഇറങ്ങിയപ്പോഴും ഞാൻ അദ്ദേഹത്തിനോട് ആദ്യം പറഞ്ഞു, ദിനേശ് പണിക്കരുടെ തല ഒരു 2-3 പോസ്റ്റർ അവിടെ ഇവിടെ ഒട്ടിച്ചിട്ടൊന്നും ഒരു മനുഷ്യൻ കയറാൻ പോകുന്നില്ല. ഇത് വളരെ വിഭിന്നമായ രീതിയിൽ, വ്യത്യാസം തോന്നുന്ന രീതിയിൽ ഇതിന് എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം. ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അറിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയ പൊടിക്കൈകൾ വരുത്തണം. അങ്ങനെ വരുത്തിയാൽ മാത്രമേ ജനത്തിന് ശ്രദ്ധയിൽ ഇത് വരുള്ളൂ. അല്ലാതെ അവിടെ ഒരു പോസ്റ്റർ ഒട്ടിച്ച് ഒരു ഏതെങ്കിലും റോഡിലൂടെ പോകുന്നവൻ ഒരുത്തൻ കയറി കളഞ്ഞാൽ അത് പോയി, അല്ലെങ്കിൽ ഒരു മഴ പെയ്താൽ ആ പോസ്റ്റർ ഇളകി പോകും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഇതിന് സ്ട്രെസ് കൊടുക്കേണ്ടത് എപ്പോഴും സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയ മുഖേന എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഇത് മാർക്കറ്റ് ചെയ്യുക. മാർക്കറ്റ് ചെയ്താൽ ഈ ചിത്രം ഒരു വൻ വിജയമായി തീരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ദിനേശേട്ടന്റെ നല്ല വാക്കുകൾക്ക് നന്ദി. ദിനേശേട്ടന് മായമ്മ ടീമിന്റെ ഒരു ആദരവ് ഷാള് പുതപ്പിക്കുന്നത് ചിത്രത്തിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ശ്രീ അനിൽ കഴക്കൂട്ട. ദിനേശേട്ടന് സ്നേഹാദരങ്ങൾ. നേരത്തെ ഈ സദസ്സിലിരിക്കുന്നവരെ സൂചിപ്പിച്ചപ്പോൾ അരുണിനെ സൂചിപ്പിക്കാൻ പറ്റുമോ? കാരണം ഞാൻ ഈ സിനിമയുടെ PR വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വരുന്ന സ്റ്റിൽസിലെല്ലാം ഒരു നമ്പൂതിരി ചെക്കൻ്റെ ഒരു ക്യാരക്ടറായിരുന്നു. ഉടുപ്പിടാതെയും മുണ്ടുടുത്ത്
ഒക്കെയാണ്. ഇപ്പോൾ ഒരു ഫ്രീക്കൻ പെയിനായിട്ട് വന്ന് നിന്നതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് വിട്ടുപോയത്. സോറി. അരുൺ ഉണ്ണി, നമ്മുടെ ഈ സിനിമയിലെ നായകൻ. അടുത്തതായിട്ട് 2 വാക്ക് സംസാരിക്കുവാൻ പൂജപ്പ രാധാകൃഷ്ണനെ വിളിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഈ മഹത് യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ രാജശേഖരൻ, എൻ്റെ ഏറ്റവും ഞങ്ങൾ ഒന്നിച്ച് വളരെ നാൾ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നിവിടെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ ശ്രീ ദിനേഷ് പണിക്കർ എന്നെക്കുറിച്ചൊക്കെ വളരെയേറെ വിശാലമായ രീതിയിൽ വാരി വിതറി. അതിനൊന്നും ഞാൻ ഒന്നുമല്ല, എല്ലാവരുടെയും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുവനാണ്. അതേപോലെ ഈ പടത്തിൻ്റെ എഴുത്തുകാരനും സംവിധായകനുമായ ശ്രീ രമേശ്, അതേപോലെ എൻ്റെ സഹോദരൻ അനിൽ കഴക്കൂട്ടം കാരണവും ശ്രീ രാജശേഖരൻ കാരണവുമാണ് എനിക്ക് ഈ മായമ്മയിലെ ഒരു വേഷം ചെയ്യാൻ സാധിച്ചത്. അതിന് ഞാൻ അവരോടൊപ്പം തന്നെ, അവർക്ക് നന്ദി പറയുന്നതോടൊപ്പം തന്നെ എൻ്റെ രമേശിന് എന്നെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്കിതിൽ അഭിനയിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം അങ്ങനെ അതിൽ എനിക്കെന്നും സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു മുഹൂർത്തമായിട്ട് ഈ മായമ്മ മാറട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാരണം അതിൻ്റെ ആ ചടങ്ങ് സംബന്ധിച്ച് മായമ്മയുടെ ആരംഭ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന കൂടുകയുള്ളൂ, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുക. കാരണം അത്രമാത്രം നമ്മുടെ ഹൃദയത്തിലോട്ട് ചേർന്ന ഒരു സാധനമാണ്. ആ ക്യാരക്ടറും അതുപോലെ തന്നെ നമ്മുടെ നായകൻ്റെ അച്ഛനായിട്ട് ഒരു വലിയ തിരുമേനിയായിട്ട് ചെറിയ എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു ചെയ്വന നടത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. പിന്നെ ഒരു സമ്പുഷ്ടമായ ഒരു ഓഡിയൻസാണ്. അതേപോലെ അജയ് തുണ്ടത്തിൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എത്രയോ വർഷമായിട്ട് പരിചിത മുഖമുള്ള ഒരാളാണ്, എല്ലാവരുടെയും പരിചിതനാണ്. പിന്നെ അതേപോലെ 4 മണിക്ക് എണീപ്പിച്ച മഹത് വ്യക്തിയാണ് ശ്രീ അജയ് ഘോഷ്. ഒരു വളരെ ആഘോഷമായിട്ട് കൊണ്ടാടിയ 4 മണിക്ക് എണീപ്പിച്ച് കൊണ്ടുവരുന്ന ഒരാളാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇത്രയും ഭംഗിയായിട്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടെ ഒരു സ്നേഹ സമ്പുഷ്ടമായ ഒരു ഇതുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുള്ളൂ. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത മുഹൂർത്തങ്ങളുണ്ടാക്കിയ, ഞാനൊരു അസിസ്റ്റൻ്റായിട്ട് മാറ്റിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ പത്മരാജൻ സാറ്. അദ്ദേഹത്തിനെ എനിക്ക് മറക്കാനൊക്കില്ല. ഞാൻ 25 വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിനെ കുറിച്ച് എന്നെ നിർബന്ധിച്ച് എഴുതിപ്പിച്ച ഒരു ഇതുണ്ട്. നിങ്ങളെല്ലാം കഴിയുമെങ്കിൽ അതൊന്ന് റെഫർ ചെയ്ത് നോക്കണം. ഇന്ന് ധാരാളം കുട്ടികൾ സിനിമയെ ആഗ്രഹിക്കുന്ന, സിനിമയെ കാണുന്ന ധാരാളം കുട്ടികൾ ഒക്കെ അത് വായിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പാലപ്പൂ മണമൊഴുകുന്ന ഇടവഴികൾ എന്ന് പറയും. ഞങ്ങൾ പഞ്ചാബിലേക്ക് നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു പടമെല്ലാം കഴിഞ്ഞതിന് ശേഷം. അപ്പം അങ്ങനെ എനിക്ക് പാലപ്പൂ എന്ന് പറയുന്ന പാലയെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ പത്മരാജൻ സാറ്. പാല എന്ന് പറയുന്നത് ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന ആ സിനിമയിലെ ഒരു ക്യാരക്ടറാണ്. അപ്പം അതുകൊണ്ട് പാല അന്ന് പൂക്കാതിരുന്ന സമയത്ത് പൂത്ത് ഉലഞ്ഞ ഒരു ഇതുണ്ടാക്കിയതാണ് രാജീവാഞ്ജലി. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ നടക്കുന്ന സമയത്താണ് പാലയുടെ രൂക്ഷമായ ഗന്ധം നമ്മുടെ മൂക്കിൽ ഇങ്ങനെ തുളച്ചു കയറുന്ന സമയത്ത് പത്മനാഭൻ സാറുമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ആ പാലയെക്കുറിച്ച് പറഞ്ഞത്. പാലയെക്കുറിച്ച് പറഞ്ഞാന്ന് പറഞ്ഞാൽ വളരെ അകലെയായിരിക്കും പാല നിൽക്കുന്നത്, പക്ഷേ നമ്മുടെ മൂക്കിൽ മണം ഇങ്ങനെ തുരന്ന് കയറുന്നത് വളരെ അടുത്ത ഉള്ളതുപോലെയാണ്, പക്ഷെ അല്ല. അപ്പം അത് ഞാൻ ചോദിച്ചു, സാർ നമ്മളുണ്ടാക്കിയ പാലപ്പൂ മരത്തിലെ പൂവ്
രാജീവ് ഉണ്ടാക്കിയത് മണം പോലെ തന്നെ എല്ലാം അതുപോലെയാണല്ലോ സംഭവം. അല്ല രാഷ്ട്ര, പാലപ്പൂവിന് മാത്രമുള്ള, പാലയ്ക്ക് മാത്രമുള്ള ഒരു സംഭവമാണ് അതിൻ്റെ മണം, പാലപ്പൂവിൻ്റെ മണം. അതെവിടെയോ ഒരു 2-3 കിലോമീറ്റർ അകലെയായിരിക്കും പാല നിൽക്കുന്നത്. പക്ഷേ രാധാകൃഷ്ണൻ ഇവിടെ അടുത്ത് ആ മണം എത്തുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ പാലപ്പൂവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. എന്ന് പറഞ്ഞ് എന്നെ നടത്തിക്കൊണ്ടുപോയി നമ്മുടെ തിരുമല അവിടെ ഈ പിന്നെ ഇതുണ്ട്, വലിയ പട്ടാളക്കാരുടെ ഒരു ക്യാമ്പാണ്. അവിടെ ഒരു പാല ഉണ്ടായിരുന്നു, ചെറിയൊരു പാല. ആ പാലയിൽ നിന്ന് അവിടെ നടന്നെത്തിയിട്ട് പറഞ്ഞു, രാഷ്ട്രം ഒരു കാര്യം ചെയ്യും, അതിൽ നിന്ന് പാലപ്പൂവ് ഇണുത്തെടുക്കുന്നു പറഞ്ഞു. ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തു. ഇനി മണപ്പിക്കാൻ പറഞ്ഞു. മണപ്പിച്ചപ്പോഴേ ഈ അതായത് പിച്ചിപ്പൂവും എല്ലാം വാടിയ ഒരു മണമല്ല, നാറ്റമാണ്. അപ്പം അത് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ പത്മരാജൻ സാറാണ്. പക്ഷേ അതിൻ്റെ അത് ഞാൻ പിന്നെ പാലപ്പൂ മണമൊഴുകുന്ന ഇടവഴികൾ എന്ന് പറഞ്ഞ സാറിൻ്റെ ടൈറ്റിലുകളെല്ലാം ഇങ്ങനെ പൊയറ്റിക്കാണ്. അതുപോലെ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം കൂടെ ഇരുന്ന് അത് എഴുതാനുള്ള ആ ടൈറ്റിൽ പാലപ്പൂ മണമൊഴുകുന്ന എന്ന് പറഞ്ഞാൽ പൊയറ്റിക്കാകാൻ കാര്യം, പാല നിൽക്കുന്നത് വളരെ അകലെയാണ്, പത്മരാജൻ സാർ നിൽക്കുന്നത് വളരെ അകലെയാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ മണം അതിഗംഭീരമായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നു. അത് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം അത് പാലപ്പൂവിനെ കുറിച്ചിട്ട് ഇപ്പം പറയേണ്ട കാര്യമില്ല. എങ്കിലും എൻ്റെ പത്മരാജൻ സാറിന് ഓർക്കാനുള്ള, ഞാൻ എന്താ ഈ സ്റ്റേജിൽ എനിക്ക് ഒരു 2 വാക്ക് പറയാനുള്ള ഒരു അവസരം തന്നത് അതിലൂടെയാണ്. അല്ലെങ്കിൽ എന്നെ അത്രമാത്രം ശ്രീ ദിനേശ് പണിക്കർ ഇങ്ങനെ ഇവിടുത്തെ 2 വാക്ക് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഇനി മായമ്മയിലോട്ട് വന്നാൽ, മായം അതിഗംഭീരമായിട്ട് ഭംഗിയായിട്ട് ജോലി ചെയ്ത ഒരു പടമാണ്. അത്രമാത്രം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ശ്രീ അനിൽ കഴക്കൂട്ടും അതുപോലെ ശ്രീ രമേഷിൻ്റെ എല്ലാം ആ ഒരു ആത്മാർത്ഥമായ അതിനോടൊരു ഇൻവോൾവ്മെൻറ്റ് നടത്തിയ ഒരു പടമാണ്. എല്ലാവരുടെയും സാന്നിധ്യം ഇനി മായമ്മ വരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. അതിലുള്ള പാട്ടിനെ കുറിച്ച് ശ്രീ ചെന്നൈയിലുള്ള ശ്രീ വിജയനെ കുറിച്ചിട്ടൊക്കെ വളരെ കാര്യം പറഞ്ഞു. അതേപോലെ പിന്നെ പാടിയ കുട്ടി, അതെല്ലാം എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തത്. നിങ്ങളത് കാണണം. ചെറിയൊരു പടമാണ്, പക്ഷേ അത് ഒരു തരംഗം തന്നെ ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എനിക്ക് 2 വാക്ക് പറയാൻ അവസരം തന്നതിന് ഇതിൻ്റെ സംഘാടകർക്കൊക്കെ നന്ദി. ഞാൻ സമയമില്ലായിരുന്നിട്ട് കൂടി ഇവിടെ ഇരുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. താങ്ക് യു. താങ്ക് യു രാധാകൃഷ്ണൻ ചേട്ടാ. ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത ഞാൻ അവിടെ ഇരിക്കുമ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് സംവിധായകൻ്റെ അമ്മയുടെ ഒരു സാന്നിധ്യമാണ്. അപ്പോൾ ആ സംവിധായകനെ ഞാൻ പല സിനിമ വിട്ട് ഉള്ള പല ഈ അവരുടെ പേഴ്സണൽ ഒക്കെ കാര്യങ്ങളിൽ കാണുമ്പോൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ഫാമിലി എപ്പോഴും കൂടെ ഉണ്ടാവും. അത് എന്ത് കാര്യത്തിനായിക്കോട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഊർജം, അദ്ദേഹത്തിൻ്റെ ഒരു ബലം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു കാഴ്ചയാണ്, വളരെ മധുരമുള്ളൊരു കാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സാന്നിധ്യം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്, മക്കൾ വന്നിട്ടുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. അടുത്തതായിട്ട് 2 വാക്ക് സംസാരിക്കുവാൻ മായമ്മയെ തന്നെ ക്ഷണിക്കാം. അങ്കിത വിനോദ്. നമസ്കാരം. വലിയൊരു സസ്പെൻസ് ആയിപ്പോയി, എന്ത് പറയണമെന്നറിയില്ല. ഒന്നും പ്ലാൻഡ് അല്ല. ബട്ട് ദൈവത്തിന് നന്ദി, രമേശ് സാറിന് നന്ദി, അനിൽ സാറിന് നന്ദി. പ്രത്യേകം എടുത്തു പറയേണ്ട, ഇന്ന് വരാൻ കഴിഞ്ഞില്ല ലീലാമ്മയ്ക്കാണ്. കാരണം 2 ദിവസം കൊണ്ടാണ് ഞാൻ മായ്മയായത്. ലീലാമ്മയുടെ ഹസ്ബൻഡ് അച്ഛനാണ് ഇങ്ങനെ ഒരു കുട്ടിയെ തേടുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പം അനിൽ സാറിന് എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. അടുത്ത ദിവസം തന്നെ ഒരു ജാതിക്കുള്ള ആളെൻ്റെ വീട്ടിലെത്തി. രമേശ് സർ, അനിൽ സർ, നവീൻ ചേട്ടൻ, പിന്നെ ഒരാളുണ്ടായിരുന്നു, അല്ല ബിജു കലാവേദി, എല്ലാവരും കൂടെ വീട്ടിൽ വന്നു, കഥ പറഞ്ഞു. ഓക്കെ, അപ്പൊ തന്നെ തിരിച്ചു പോകുന്ന വഴി ഓക്കെ ആണെന്ന് പറഞ്ഞ് കൺഫേം ആയി. ബാക്കി സത്യം വരെ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് സാറ് തന്നെയാണ് പറയുന്നത്. എനിക്ക്
ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും സിനിമ ചെയ്താലും ചെയ്തില്ലെങ്കിലും മായമ്മ എപ്പോഴും ഇവിടെ ഉണ്ട്. എന്നാൽ കഴിയുന്ന പോലെ ഞാൻ ഇത് ചെയ്തുവെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നിങ്ങൾ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ. വിജയിക്കട്ടെ, ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നല്ലൊരു സിനിമയാണിത്. നമ്മൾ ഇത് വിജയിപ്പിച്ചെടുക്കും. താങ്ക് യു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു യൂട്യൂബിന് വേണ്ടി ഒരു സീരിയൽ കവർ ചെയ്യാൻ പോകുമ്പോൾ അങ്കിതയായിരുന്നു അതിലെ പ്രധാന വേഷം ചെയ്തിരുന്നത്. അപ്പോൾ അങ്കിതയുടെ ബൈറ്റ് എടുത്തപ്പോൾ ഇന്നിപ്പോൾ അങ്കിത ഈ മലയാളം വളരെ വൃത്തിയായിട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയത്. അന്ന് ഒരു മംഗ്ലീഷ് ഒരു സംഭവമായിരുന്നു. അതിപ്പോൾ തുട്ടത്തിൽ ക്രിയേഷൻസ് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഞാൻ എന്നെ അതിശയിപ്പിച്ച അതായിരുന്നു. വളരെ വ്യക്തമായിട്ടും വൃത്തിയായിട്ടും നിർത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. എന്തായാലും പണ്ടേ അറിയായിരുന്നു അല്ലേ? അപ്പം അടുത്തത് നമുക്ക് രണ്ടു വാക്ക് സംസാരിക്കുവാൻ മായമ്മ സംസാരിക്കും. എന്തായാലും നായകൻ സംസാരിച്ചല്ലേ പറ്റൂ. അരുൺ ഉണ്ണിയെ രണ്ടു വാക്ക് സംസാരിക്കാൻ വിളിക്കാം. ഞാനിങ്ങനെ സ്റ്റൈലായിട്ട് നടന്നു പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് സ്റ്റേജൊക്കെ സംസാരിക്കാന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. രമേശ് സാർക്കും അനിൽ സാർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. കൂടുതൽ സതീഷ് ചേട്ടൻ ഇവിടെ ഉണ്ടാവും, ബാക്കിലുണ്ടാവും. അദ്ദേഹം കാരണമാണ് ഞാൻ ഈ സിനിമയിലേക്ക് നായകനായിട്ട് എത്തിയത്. ഇതിന് മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമയ്ക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനൊരു വേഷം അദ്ദേഹം ഓഡിഷൻ നടക്കുന്നുണ്ട്, നീ പോയി അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ മായമ്മയിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്കിത പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് പേടിയാണ്. ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്. ഈ സിനിമ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. യൂട്യൂബേഴ്സ് അവർക്കെല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറയാണ്. കാരണം ഏതൊരു ചടങ്ങും ലോകത്തിന് മുന്നിൽ എത്തിക്കണമെങ്കിൽ അവരുടെ ഒരു നിസ്വാർത്ഥ സേവനം, അവർ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് വന്നവരാണ്. അപ്പം അവർക്കൊരു ബിഗ് സല്യൂട്ട്. അടുത്തതായിട്ട് രണ്ട് വാക്ക് സംസാരിക്കുവാൻ മുഖപുര ആവശ്യമില്ലാത്ത, വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത ശ്രീമതി ഇന്ദുലേഖയെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷത്തോടെയും അഭിമാനത്തോടെയാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. മായമ്മ എന്ന സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എല്ലാവരും ഇതിൻ്റെ കഥയെക്കുറിച്ചും അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. പക്ഷേ എനിക്ക് ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഇതിൽ അഭിനയിക്കാൻ പോയതും അതിൻ്റെ എന്താ പറയുക ബിഹൈൻഡ് ദ സീൻസ് കാര്യങ്ങളാണ്. ഈ സിനിമയിൽ ആദ്യത്തെ ദിവസം അഭിനയിക്കാൻ ചെന്നപ്പോൾ ഇപ്പം നമ്മൾ സീരിയലായാലും സിനിമയിലായാലും ആർട്ടിസ്റ്റുകൾ എന്ന രീതിയിൽ ചെയ്യുന്ന ജോലി ഒന്നാണെങ്കിലും സിനിമയുടെയും സീരിയലിൻ്റെയും ഒരു ആംബിയൻസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ പോയപ്പോൾ ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോവാണ് എന്നൊക്കെയുള്ള ഒരു ചെറിയ ഗമയിലൊക്കെയാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അനിലേട്ടനായാലും ബാക്കി എല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു. പ്രത്യേകിച്ച് രമേശ് സാറിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സിനിമ മാത്രമേ കാണുള്ളൂ. എന്നോട് വേറെ ഒന്നും പറയരുത്, ഇതിൻ്റെ മേക്കിംഗ് ആണ് എൻ്റെ മനസ്സിലുള്ളത് എന്നുള്ള രീതിയിലായിരിക്കും എപ്പോഴും എല്ലാ ഡയറക്ടേഴ്സിനെയും ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഉള്ളൊരു ഡയറക്ടറിനെയാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിലും സാധാരണ ആർക്കും അതൊന്നും മനസ്സിലാക്കാൻ കഴിയാറില്ല. അപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമല്ലാതെ ആദ്യത്തെ ദിവസം മുതൽ എനിക്ക് 3 ദിവസത്തെ ഷൂട്ടിങ്ങാണ് ഉണ്ടായിരുന്നത്.
പക്ഷെ ഷൂട്ടിംഗ് കഴിഞ്ഞെന്നും വീട്ടിൽ വന്നു പോകുന്ന ഒരു രീതിയിലായിരുന്നു. ഞാൻ അങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞപ്പോൾ എന്നെക്കാൾ അപ്പുറത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു സാറും എനിക്കും ഡെയിലി വീട്ടിൽ പോയി വന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് വളരെയധികം അഡ്ജസ്റ്റ് ചെയ്ത് എന്താ പറയുക, അടുത്ത ദിവസം മുതൽ എത്രയും പെട്ടെന്ന് ഷൂട്ടിങ്ങിന് പോകണം, വേഗം അതിന്റെ ഭാഗമായി വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആകാംക്ഷയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് സീൻ എടുത്തു കഴിഞ്ഞപ്പോഴും അയ്യോ അത് തീർന്നല്ലോ എന്നുള്ളൊരു സങ്കടം മനസ്സിലുണ്ടായിരുന്നു. മിക്കപ്പോഴും നമ്മൾ ഷൂട്ടിങ്ങിന് പോയി കഴിയുമ്പോൾ ഇപ്പൊ ഭയങ്കര മെക്കാനിക്കലായിട്ടാണ് എല്ലായിടത്തും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നാറുണ്ട്. പക്ഷെ ഇത് ഞാൻ എന്താ പറയാ, ഒരു എന്താ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. എന്നും ഇതിൻ്റെ ഒരു മേക്കിംഗ് എന്നും എൻ്റെ മനസ്സിലുണ്ടായിരിക്കും. ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഷൂട്ടിംഗ് എന്നുള്ള ഒരു ഫീലിംഗ് ഇല്ലാതെ എല്ലാവരും ഒരു ഫാമിലി മെമ്പറിനെ പോലെ എല്ലാവരും അതിന്റെ ഭാഗമായി എല്ലാവരും വർക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ നമുക്കും അതുപോലെ ചെയ്യണം എന്ന് തോന്നിപ്പോയി. അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ 4 മണിക്കൊക്കെ നമ്മളെ എണീപ്പിച്ച് ഷൂട്ടിങ്ങിന് കൊണ്ടുപോയി. അതൊന്നും ഒരു ബാധ്യതയായിട്ടോ അല്ലെങ്കിൽ ഒരു മടുപ്പായിട്ടോ ഒന്നും തോന്നിയില്ല. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ സിനിമയുടെ പിന്നിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, അറിയിക്കേണ്ട കാര്യമില്ല. ശരിക്കും അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് എടുത്തൊരു സംഭവം അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ആങ്സൈറ്റി നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡബിങ്ങിൻ്റെ സമയത്ത് ഓരോ വിഷ്വൽസ് കണ്ടപ്പോഴും ഞാൻ അതിശയിച്ചു. ഇത്ര വളരെ സിമ്പിളായിട്ട് എടുത്ത കാര്യങ്ങൾ അത് സ്ക്രീനിൽ വന്നപ്പോൾ വളരെ ഭംഗിയുണ്ടല്ലോ എന്ന് തോന്നി. അപ്പോൾ ഈ ഒരു ഫീലിംഗ് തന്നെ ആയിരിക്കും ഇതിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കും ഉണ്ടാവുക എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും ഈ സിനിമ എല്ലാവർക്കും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് 100% ഉറപ്പുണ്ട്. എല്ലാവരുടെയും ഈ എഫേർട്ടിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രമേശ് സാറിനും പ്രൊഡ്യൂസർ സാറിനും ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. ശരിക്കും ഒരു ടീം വർക്ക് തന്നെയായിരുന്നു. ഈ ടീമിന് അവരുടെ എഫേർട്ടിനുള്ള എല്ലാ റിസൾട്ടും ഉണ്ടാവട്ടെ. താങ്ക് യു. താങ്ക് യു ഇന്ദുലേഖ. സ്ക്രിപ്റ്റിൽ എനിക്ക് തന്ന സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പ്രിയപ്പെട്ട സംവിധായകൻ അനുവദിച്ചു തന്ന ഒരു സ്വാതന്ത്ര്യമാണ്. ആസ് പെർ സ്ക്രിപ്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചടങ്ങ് കഴിഞ്ഞ് ആർക്കും ബോറടിക്കുന്നില്ലല്ലോ അല്ലേ? അപ്പോൾ ഇത്രയും നേരം ഡയലോഗ് ഡെലിവറി ആയിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് പാട്ടിലേക്ക് പോകാൻ താല്പര്യം തോന്നാത്തവരാരുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ പാട്ട് സെക്ഷൻ കൈകാര്യം ചെയ്തവരെ വിളിച്ചാൽ 2 വാക്ക് സംസാരിക്കാൻ. അവരിൽ നിന്നും പാട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാജേഷിന് 2ാമത് വിളി, കാരണം പുള്ളിക്ക് സംസാരിക്കുക കുറച്ച് പേടിയുള്ള കേസാണ്. അപ്പോൾ പുള്ളിക്ക് പരുവപ്പെട്ട് വരാൻ സമയം കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് അഖിലാനന്ദനെ വിളിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം മായമ്മ എന്ന സിനിമയിൽ അതിൻ്റെ സംഗീതത്തിൽ ഒരു ചെറിയ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സിനിമയുടെ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയില്ല. എന്തായാലും പാട്ട് വളരെ നല്ല പാട്ടുകളാണ് ഇതിലുള്ളത്. അതിനവസരം എനിക്ക് തന്നത് ശ്രീ രാജേഷ് വിജയാണ്. രാജേഷ് ചേട്ടനെ വളരെ വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത അന്ന് അദ്ദേഹം വളരെ പോപ്പുലറായ വളരെ തിരക്കുള്ള ഒരു ഗായകൻ, പ്ലേ ബാക്ക് സിംഗർ ആയിരുന്നു. ഹിറ്റ് സോങ്സ് ഒക്കെ പാടി ഹിറ്റായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഒത്തിരി പ്രോഗ്രാംസ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഒരു സംഗീത സംവിധായകനായി വരുമ്പോൾ എനിക്കും ഇതിലൊരു പാട്ട് പാടാനുള്ള അവസരം ഒരുക്കി തന്നതിൽ ഒരുപാട് സന്തോഷം. മായമ്മയ്ക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ. ഈ സിനിമ ഒരു വൻ വിജയമാകട്ടെ. അതുപോലെ തന്നെ ഇതിലെ പാട്ടുകളും ശ്രദ്ധിക്കപ്പെടട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. പാട്ട് പാടാൻ, പക്ഷെ ഇതിലെ പാട്ട് പാടാൻ പറയരുത്. എനിക്ക് ഇത് റിലീസ് ആവാത്തത് കൊണ്ട് തന്നെ പാട്ടുകൾ പാടിക്കഴിഞ്ഞു. അതല്ലാതെ പാട്ട് എനിക്ക് അതിൻ്റെ വരികളോ മ്യൂസിക്കോ ഒന്നും ഓർമ്മയില്ല.
സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടിന്റെ 4 വരി പാടട്ടെ. മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം, കാലത്തും വൈകിട്ടും പൂമ്പാളത്തെ വാഴത്തോട്ടത്തിൽ നീയും കൂടുന്നു, തേനും വയമ്പും നാവിൽ തൂറും വാനം പാടി രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 തേനും ആഹാ നാവിൽ വാനം പാടി ലാ ലാ ആഹാ ആഹാ. അഖിലെ കുറിച്ച് പറയുകയാണെങ്കിൽ അഖില ഇപ്പോൾ ഒരു സിനിമയിൽ വേഷം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാട്ടിനോടൊപ്പം അഭിനയ മേഖലയിലേക്കുള്ള കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ദിനേശ് ഏട്ടൻ നേരത്തെ സംസാരിച്ചപ്പോൾ സൗന്ദര്യത്തോടൊപ്പം നല്ല ശബ്ദത്തിൻ്റെ ഉടമ എന്ന് പറഞ്ഞപ്പോൾ ആണ് എനിക്കിത് പറയണമെന്ന് തോന്നി. അതിനു മുമ്പ് ഞാൻ ചോദിച്ചപ്പം യാദൃശ്യമായിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനൊരു വേഷം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും പാട്ടിനോടൊപ്പം ഒരു അഭിനേത്രിയെ കൂടെ നമുക്ക് കിട്ടുകയാണ്. അതിന് ആശംസകൾ. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ സംഗീത സംവിധായകൻ ശ്രീ രാജേഷ് വിജയ്. നിരവധി വേദികളിൽ സിനിമകൾ മാത്രമല്ല സ്റ്റേജ് ഷോസ് സ്വദേശത്തും വിദേശത്തും നിരവധി സ്റ്റേജ് ഷോകളിലൂടെ എല്ലാവർക്കും വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഗായകൻ കം സംഗീത സംവിധായകനാണ് രാജേഷ് വിജയ്. പാടി പഠിക്കാൻ അജയ് സാർ പറഞ്ഞ പോലെ ഭയങ്കര പേടിയുള്ള ആളാണ്. വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികൾക്ക് നമസ്കാരം. ദിനേശ് സാറായിട്ട് വളരെ തുടങ്ങിയ എൻ്റെ കരിയർ തുടങ്ങിയ സമയം തൊട്ട് ദിനേശ് സാർ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നമ്മൾ ഒത്തിരി പ്രോഗ്രാം കൂടി അന്നോട്ടുള്ള സാർ പറഞ്ഞതുപോലെ. പിന്നെ ഈ സിനിമയിൽ മായമ എന്ന മൂവിയിൽ 4 പാട്ട്. ഇത് വളരെ യാദൃശ്ചികമായിട്ടാണ് ശരിക്കും ഇതിലേക്ക് വരുന്നത്. അതായത് ഒരു ട്രെയിൻ യാത്രയിൽ ഞാനും വൈഫും മോളും ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ക്യാമറമാൻ നവീൻ്റെ വൈഫ് അനു ഇതിലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വൈഫും അനുമായിട്ട് ഭയങ്കര കമ്പനിയായി. പിന്നെ അതങ്ങനെ അപ്പോൾ രമേശിയും നവീനെ ഈ മൂവിയെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സമയം അപ്പോൾ കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഒരു സോങ് അങ്ങനെ പുള്ളിയുടെ ലൈനിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ വിളിച്ചു. അപ്പം വന്ന പുള്ളി ആദ്യം പറഞ്ഞത് ഈ നാവൂർ പാട്ടും മുപ്പുളുവ പാട്ടും കളപ്പാട്ട് പിന്നെ ഒരു സെമി ക്ലാസിക്കൽ വേണം, അതും ആരബി രാഗത്തിൽ വേണം. അങ്ങനെ പിന്നെ സിറ്റുവേഷനൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഞാനത് പറഞ്ഞു സാറിന് ഇതിന് കമ്പോസ് ചെയ്ത് തരാം, സാറിന് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ നാവൂർ പാട്ട് പുളു പാട്ടല്ല അതൊക്കെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ. അപ്പോൾ ആദ്യം എന്തായാലും സെമി ക്ലാസിക്ക് 2 ടൂൺ ഒരൊട്ടും ഇഷ്ടപ്പെട്ട് അയച്ചു കൊടുത്തപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ടൂണിൽ തന്നെ വിഷയം ഒക്കെയാണ് ഇത് നമുക്ക് മൂവ് ചെയ്യാം. പിന്നെ ഈസി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന നാവൂർ പാട്ടും പുളു പാട്ടും അയ്യോ കുറേ കമ്പോസ് ചെയ്ത് ഇതെനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഒരു പക്ഷേ ഇപ്പം അത് കഴിഞ്ഞ് റീ റെക്കോർഡിങ് പോലും സാധാരണ ഡയറക്ടർ നടന്മാരും നടിമാരും ഒക്കെ ആയിട്ട് എനിക്ക് ചിലപ്പോൾ വളരെ കേൾക്കുന്നു. ശരി, ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഞാനാണ് റീ റെക്കോർഡിങ്. ഇത് ചെയ്തിട്ടില്ല ഒന്നുകൂടെ ചെയ്തിട്ടോ. അങ്ങനെ എനിവേ ഇത് പിന്നെ ഇതിലൊരു എനിക്കും മ്യൂസിക് ഡയറക്ടർ നിലയിലും അഖിലേക്കും ഇതിനകത്ത് പാടിയിരിക്കുന്ന മറ്റവർക്കും മറ്റു സിംഗേഴ്സിനൊക്കെ കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള മൂവിയിൽ കണ്ടിട്ടില്ലേ പാട്ടുണ്ട്, പക്ഷെ ഒരു പല്ലവിയോ കാണാം, അത് കഴിഞ്ഞ് കട്ടാൻ പിന്നെ ഡയലോഗ്സ് വരും. പക്ഷേ നിങ്ങൾ ഈ പടം കണ്ടു 4 പാട്ടും വളരെ അടിപൊളിയായിട്ട് വിഷ്വൽ ചെയ്ത്
കാണണം. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ധൈര്യം കാണിച്ചു തന്നെ വളരെ, കാരണം ചുമ്മാ 4 പാട്ടല്ല ചെയ്തിരിക്കുന്നത്, കറക്റ്റ് സ്ഥലത്ത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ എനിവേ ഇത് തീർച്ചയായിട്ടും ഭയങ്കര വിജയമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംഗീതകാരനും സംഗീതം ശരിക്കും പുള്ളുവ പാട്ട് അത് കണ്ടു നോക്കുന്നത്. എനിവേ എല്ലാവർക്കും എല്ലാ വിജയം ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി. 2 ലൈൻ പാടാറുണ്ട് ഞാൻ. അഖിലേനെ മെയിൻ ഞാനത് പാടിയിട്ടുണ്ടേ ഉള്ളൂ, ഡ്യൂറ്റ് എന്ന് പറയാം. കാതരമിഴീണകളിലും തരളിതമമണിയും പറയാനിനി എഴുതാമതോ അനുപദമി കരകദലയ സുരഭിലയാമം. താങ്ക് യു രാജേഷ് നന്നായിട്ട് സംസാരിച്ചല്ലോ. പൊതുവെ അതാണൊരു സെക്കൻഡ് ആയിട്ട് നമുക്ക് ഈ പുള്ളുവൻ പാട്ട്, നാവൂർ പാട്ട്, കളപ്പാട്ട്, ഇപ്പോൾ കളപ്പാട്ട് വിടാം, പുതിയ പുതിയ സംഭവങ്ങളാണ് നമുക്ക് കേട്ടിട്ടുണ്ട്. നാവൂർ ഞാൻ കേട്ടിട്ടില്ല, കളപ്പാട്ട് കേട്ടിട്ടുണ്ട്, പുള്ളുവൻ പാട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ നാവൂർ പാട്ട് എന്താണെന്നുള്ളത് നമുക്കൊരു 2 വാക്ക്, അതിൻ്റെ തന്നെ ഏറ്റവും അറിവും പാണ്ഡിത്യമുള്ള ഒരാൾ വിളിക്കുന്നുണ്ട്, ശ്രീ കണ്ണൻ പോറ്റി. അദ്ദേഹത്തെ വിളിച്ച് 2 വാക്ക് ചോദിക്കും. കാരണം നമ്മൾ ഒരു ചടങ്ങിൽ വന്നിട്ട് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് പോകാമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊരു 2 വാക്ക്, നാവൂർ പാട്ട്, ഈ കളപ്പാട്ട് എന്താണെന്നുള്ളത് ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞാൽ മതി. നമസ്കാരം. അത് ജഹർക്ക് പറഞ്ഞതുപോലെ നാവൂർ പാട്ടിൽ അങ്ങനെ അഗാധമായ പാണ്ഡിത്യമൊന്നുമില്ല. പാരമ്പര്യമായിട്ട് പൂജ, അച്ഛൻ പൂപ്പന്മാരെ മുതലൊക്കെ പൂജ കഴിച്ച് ആ ഒരു ഫീൽഡിലായതുകൊണ്ട് ഞാനും അത് തന്നെയാണ്. പണിക്കർ സാറിനെ ഞാൻ പരിചയപ്പെടുന്ന തന്നെ ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ്. കുഴപ്പനൊക്കെ ഞാൻ 1 മാസം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം. പിന്നെ ഭക്തിഗാനങ്ങൾ അത്യാവശ്യം എഴുതാറുണ്ട്, സർവാന സംഗീതങ്ങൾ എഴുതാറുണ്ട്. അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. നാവൂർ പാട്ടിനെ കുറിച്ചാൽ പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത്, ഇപ്പോൾ ഇങ്ങോട്ടൊന്നും നടപ്പില്ല, വടക്കൻ കേരളത്തിലൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. കുട്ടികൾക്ക് ദോഷങ്ങൾ, കണ്ണേറ്, നാവല് ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ അധിഭൂമി എന്ന് തന്നെ പറയും. സർപ്പങ്ങൾ, കേരളം കടലിൽ നിന്നും ഉണ്ടാകുന്ന സമയത്ത് കേരള ഭൂമിയിൽ മൊത്തം സർപ്പങ്ങളായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ ഓരോരോ കേന്ദ്രങ്ങളിലേക്ക് ഒടുക്കിയിട്ട് മനുഷ്യവാസയോഗ്യമാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഭൂമിയിൽ നമ്മൾ താമസിക്കുന്നത് സന്തതി പരമ്പരകൾക്ക് ദോഷങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവരെ പ്രകീർത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെയൊക്കെ അതിദേവനായ ശിവനെ ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്ന പാട്ടുകളെന്ന് ഇത് ചുരുക്കി പറയാം. ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ സിനിമയെക്കുറിച്ചുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം ഇട്ട സമയത്ത് ഞാൻ വിളിച്ചൊരു തമാശ രൂപേണ പറഞ്ഞു. ഞാൻ ചർച്ച എഴുതാറുണ്ട്. രമേശേട്ടനെ 10-12 വർഷത്തിന് മേലുള്ള പരിചയമാണ് സംവിധായകൻ. രമേശേട്ടൻ എന്നാണ് ഞാൻ വിളിക്കാറ്. നമ്മളൊന്നിച്ച് പൂജയ്ക്കൊക്കെ പോകാറുണ്ട്. ആറ്റുകാലിൽ ഇരിക്കുമ്പോഴാണ് വെല്ലുവിടുന്നത്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനോട് ഞാൻ ആറ്റുകാലിൽ രമേശേട്ടൻ്റെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനോട് സമയത്താണ് അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ആ ബന്ധം ഇപ്പോഴും അങ്ങനെ പോകുന്നു. എൻ്റെ തമാശ പറഞ്ഞാണ് അദ്ദേഹം പെട്ടത് വളരെ സീരിയസായിട്ട് എടുത്തു. നല്ലൊരു അവസരം തന്നു. അതിന് ചെറിയ ചെറിയ വരികളിലൊക്കെ വേണ്ടുന്ന ചെറിയ ചെറിയ പാളിച്ചകൾ അദ്ദേഹവും സംഗീത സംവിധായകനും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ തീർക്കുകയുണ്ടായി. അതിനുശേഷം കേൾക്കാൻ കഴിഞ്ഞു. എനിക്ക് തന്നൊരു അതിശയമായത് നന്നായിരുന്നുള്ളത്. കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഉള്ള ഒരു അതൊന്നുമില്ല. മായമ്മ മലയാള സിനിമയ്ക്ക് ഒരു മായ കാഴ്ചയാവട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതാണ്ടൊരു ഐഡിയ കിട്ടിയില്ല അല്ലേ? ഞാൻ ഒരാളെ കൂടെ വിളിക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷെ അതിന് മുമ്പ് അവിടെ റാഫി പോത്തൻകോട് മറ്റേ IPL കണ്ടുവരാറുള്ള പോലെ ടൈം ഔട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ സംസാരം നിർത്തിയിട്ട് അതിലേക്ക് കടക്കുക എന്നുള്ള സൂചനയാണോ ഡയറക്ടർക്ക് പാസ് ചെയ്യുന്ന ഒരു സംശയമുണ്ട്. ഒരാളെ കൂടെ വിളിക്കട്ടെ ഡയറക്ടർ? കാരണം ഈ പ്രോജക്റ്റിന്റെ ഒരു നാടിക്കല്ലെന്ന് പറയുന്നത്
ഇപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു ആ വ്യക്തി എന്തുകൊണ്ട് ലേറ്റായെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വരുമ്പം നേരിട്ട് ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഭക്തിയുമായിട്ടാണ് ആ പുള്ളി വന്നത്. അമ്പലത്തിൽ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് ഭക്തിയുമായിട്ട്. അപ്പോൾ ഞാൻ കയറി വന്നപ്പോൾ ചോദിച്ചു ശബരിമലയിൽ നിന്ന് പൊക്കിക്കൊണ്ട് വന്നോ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു. പക്ഷെ പിന്നെ പുള്ളിയായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്. അപ്പം ഭക്തിയുമായിട്ട് ഇവിടെ എത്തി മൊത്തത്തിലൊരു ചൈതന്യം വരുത്തുന്ന ശ്രീ അനിൽ കഴക്കൂട്ടത്തെ 2 വാക്കുകൾ സംസാരിക്കുകയാണ്. എനിക്ക് അരുൺ പറഞ്ഞ പോലെ സംസാരിക്കാനുള്ള വിവരമില്ല. അതുകൊണ്ട് അത് എല്ലാവർക്കും അറിയാം. ദിനേശനായിരുന്നാലും പൂജപ്പുരക്കാരനാലും എല്ലാവർക്കും അറിയാം. പ്രവർത്തിക്കുക എന്നുള്ളതിൻ്റെ പണി, എൻ്റെ ജോലി. അപ്പം എല്ലാ ആശംസകളും നമ്മളെ സിനിമ എങ്ങനെയെങ്കിലും നമുക്ക് തിയേറ്ററിലോട് ചാടി പൊളി ആക്കാം. ഇത് മാത്രമല്ല കണ്ണു നിറഞ്ഞുള്ളൊരു ആശംസയാണ്. അതായത് വളരെ വൈകാരികമായി ഹൃദയത്തിൻ്റെ ആഴത്തട്ടിൽ നിന്നുമാണ് പുള്ളി പറഞ്ഞിരുന്നത്. അപ്പം അത് ഭവിക്കും. നമ്മളെല്ലാവരും അത് ആ ഒരു വാക്ക്, കാരണം നിങ്ങളുടെ കയ്യിലാണ് ഈ സിനിമ. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ റിലീസാകുമ്പോൾ പോയി കാണണം. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ചടങ്ങിലേക്ക് കടക്കാം. ഉദ്ഘാടന ചടങ്ങാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. സിനിമയെ പറ്റി അല്ലെങ്കിൽ ആ സിനിമയുടെ തുടക്കം മുതൽ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ഞാനിവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം വെച്ചാൽ ഒരുവിധപ്പെട്ട കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മോൾ എന്നോടൊരു കാര്യം പറഞ്ഞു. അച്ഛൻ സ്റ്റേജിൽ കയറി പാട്ട് പാടുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയൊരു അസുഖം പണ്ടേ ഉള്ളതുകൊണ്ട് പിന്നെ അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ മാത്രമല്ല സംഗീതമൊക്കെ നല്ല രീതിയിൽ അറിയുന്ന കുറേ പേര് കൂടെ ഉണ്ട്. അതുകൊണ്ട് അതൊന്നും വേണ്ട. പക്ഷെ ഞാൻ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ പഠിച്ച ഒരു 2 വരി കവിത ചൊല്ലിക്കൊണ്ട് 1-2 കാര്യങ്ങൾ പറയുന്നു. സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുകയാണ്. റാഫി അവിടെ കിടന്ന് ബഹളം വയ്ക്കുകയാണ്. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ പറയാം. ഇന്നു ഞാൻ അജ്ഞാതനാണ് അപ്രശസ്തിതൻ, കറുപ്പാർന്ന തിരശ്ശീലയിന്നെന്നെ മറയ്ക്കുന്നു. കാലമിത്തിരശ്ശീല നീക്കും അന്നൊളി ചിന്നും മമമാലകൾ മർത്യൻ കാണും, കൈനീട്ടി വാങ്ങിക്കൊള്ളും. NN കക്കാടിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കവിതയാണിത്. ഇന്ന് ഞാൻ അജ്ഞാതനാണ് അപ്രശസ്തിതൻ, കറുപ്പാർന്ന തിരശ്ശീല എന്നെ മറയ്ക്കുന്നു. കാലമി തിരശ്ശീല നീക്കും അന്നൊളിചിന്നും മമ മാലകൾ മർത്യൻ കാണും, കൈനീട്ടി വാങ്ങിക്കൊള്ളും. ആ ഒരു പ്രതീക്ഷയാണ് എന്നെ വളരെയധികം വർഷങ്ങളായിട്ട് ചിലപ്പോൾ എൻ്റെ വാക്കുകൾ ഇടറിയേക്കാം. കാര്യം വേറൊന്നുമല്ല, ഷൂട്ട് കഴിഞ്ഞതിൻ്റെ അന്ന് ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞ ഒരു ചരിത്രമാണ് എനിക്കുള്ളത്. എൻ്റെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ടാവാം. എന്തായിരുന്നാലും പറഞ്ഞത് തുടരാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സിനിമാ മേഖലയിൽ എത്തണം എന്നാഗ്രഹിച്ച് രാഷ്ട്രം ചേട്ടൻ പറഞ്ഞ പത്മരാജൻ സാറിൻ്റെ അടുത്ത് ചാൻസ് ചോദിച്ചു പോയൊരു ചരിത്രമാണ് എനിക്ക്. അന്ന് എന്നെ യാതൊരുവിധ പരിചയവും ഇല്ലാതിരുന്നിട്ടും വിളിച്ച് അടുത്തിരുത്തി സംതൃപ്തമായ ശൈലിയിൽ ആ താടിയിലൊരു തടകി എന്നോട് പറഞ്ഞ വാക്കുകൾ. എന്താ ചെയ്യുന്നത് ഇപ്പോൾ? ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പോയി പഠിത്തം പൂർത്തിയാക്കുക. എന്നോടൊപ്പം നിൽക്കുന്ന 3rd അസിസ്റ്റന്റ് വരെ PG കഴിഞ്ഞ് ഒരു ജോലി നേടിയിട്ടുള്ള വ്യക്തികളാണ് പലരും ലീവ് എടുത്ത് എൻ്റെ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അസിസ്റ്റന്റ് ആവാനൊന്നും പഠിത്തം കളഞ്ഞ് നിൽക്കരുത്. ആദ്യം ഒരു ജോലി സമ്പാദിച്ചിട്ട് വാ എന്നാൽ ഞാൻ പരിഗണിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് ജോലിയൊക്കെ കിട്ടിയപ്പോഴത്തേക്കും അദ്ദേഹം ഇല്ലാതായി. പിന്നീട് പല വഴിക്കും ശ്രമിച്ചു, എന്തൊക്കെയോ ആയി തീർന്നു.
ഇന്നിപ്പോൾ ഇതാ ഇവിടെ എത്തി നിൽക്കുന്നു. പക്ഷേ ഞാനിവിടെ എത്തി നിൽക്കുന്നതിന് പ്രധാന കാരണക്കാരായിട്ടുള്ള 2 പേര് ഇവിടെ തന്നെ എന്നോടൊപ്പമുണ്ട്. ഞാൻ അവരെ ദയവ് ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒന്ന്, ഏത് അർദ്ധരാത്രിയിലും വിളിച്ചാൽ ചിലപ്പോൾ നല്ല തെറി പോലും പറയും എന്നെ, ശ്രീ അനിൽ കഴക്കൂട്ടം എന്ന് ഉള്ളവരെ വന്നു. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് അനിൽ കഴക്കൂട്ടം സാർ ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്നോടൊപ്പം ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. പല കാര്യങ്ങളിലും എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്തു തന്ന് എന്നെ എന്താ പറയുക ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ എത്തിച്ചത് അനിൽ സാറാണ്. അനിൽ സാറിന് ഏത് കാരണവശാലും നടക്കാനോ ഇനിയുള്ള മുമ്പോട്ടുള്ള യാത്രയിൽ കൈവിടാനോ എനിക്ക് കഴിയില്ല. അതെന്നും അതുപോലെ ഉണ്ടാവും. അടുത്ത ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ DOP ശ്രീ നവീൻ സാജ്. ഞാൻ സാറിനെ മാത്രം വിളിക്കുന്ന ഈ 2 പേരാണ് യഥാർത്ഥത്തിൽ മായമ്മയെ എന്നെ കൊണ്ട് ഇവിടെ എത്തിച്ചത്. ഞാൻ ഇതിൻ്റെ ഒരു ഐഡിയ പറഞ്ഞപ്പോഴൊക്കെ ഓരോ തിരുത്തലുകളും വരുത്തി, സ്ക്രിപ്റ്റിനും ഇതൊക്കെ തിരുത്തലുകൾ വരുത്തി ഇവിടെ കൊണ്ടെത്തിച്ച 2 മഹത് വ്യക്തികളാണ് ഇവർ 2 പേര്. ഒരിക്കലും ഇവരെ മറന്നുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. പിന്നീട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സാമ്പത്തിക വശങ്ങളും പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റെ ഒരു കഥ ചെന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ കൈ തന്ന് നമ്മൾ മുമ്പോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ച കൂടെ നിന്ന രാജശേഖരൻ സാറ്, ഡിജിറ്റലിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എന്നോടൊപ്പം ഇപ്പോഴും നിൽക്കുന്ന രാജശേഖരൻ സാർ ഇനിയും അങ്ങോട്ടുണ്ടാവും. പിന്നീടുള്ളത് ഞാൻ നമ്മുടെ പൂജാവേളയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അനിയന്മാരായിട്ടുള്ള ഗണേഷ്, ശബരി, ഗിരീഷ്, വിഷ്ണു. അത് 2 പേരും ഇവിടെ വന്നിട്ടില്ല. ഗണേഷും ശബരിയും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അവർക്കും ഞാൻ എല്ലാവരും ഒന്ന് കാണട്ടെ. അപ്പൊ അവരെയൊക്കെ മറന്നുകൊണ്ട് ഒരു യാത്രയില്ല. പിന്നെ ഒരു 10 രൂപ ചെയ്യേണ്ട സ്ഥലത്ത് എന്റെ കൈപിടിച്ച് 5 മതി അല്ലെങ്കിൽ ഒരു 4 മതി എന്ന് പറഞ്ഞ് ശാസിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാളും കൂടെ ഫോർമാർട്സ് ഡിജിറ്റലിലുണ്ട്. അതല്ല, അത് വേറെ. ഫോർമാർട്സ് ഡിജിറ്റലിന്റെ പ്രൊപ്പറേറ്റർ MP ദീപ പാർവതി, പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. ഇതുവരെ രംഗത്ത് വരാത്ത ഒരു വ്യക്തിയാണ് ദീപ. ആ ദീപയ്ക്ക് ഒരു ആദരവ് കൊടുക്കുകയാണ്. എൻ്റെ ഭാര്യയാണ്. പിന്നെ ഇതിലെ അരങ്ങിലും മണിയറയിലും പ്രവർത്തിച്ച ഓരോരുത്തരും ആദ്യം പുതുമുഖങ്ങൾ മാത്രം എന്ന ഒരു കൺസെപ്റ്റിലാണ് ഈ സിനിമ തുടങ്ങിയത്. അരങ്ങിലും മണിയറയിലും പുതുമുഖങ്ങൾ മാത്രം എന്ന കൺസെപ്റ്റിലാണ് മായമ്മ തുടങ്ങിയതെങ്കിൽ പോലും പിന്നീട് മാറ്റങ്ങൾ ഒരുപാട് വന്നു. പുതുമുഖങ്ങളും ഉണ്ട്, പരിചിതമായിട്ടുള്ള മുഖങ്ങളും ഉണ്ട്. ഏതായിരുന്നാലും എല്ലാ കഥാപാത്രങ്ങൾക്കും ആപ്റ്റായിട്ടുള്ളവരെ തന്നെയാണ് അവതരിപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഒരു ചരിതാർത്ഥ്യമാണ്. പിന്നെ സെറ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഒരാളും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത്, ഒരു പുതുമുഖ സംവിധായകൻ ആയിരുന്നിട്ട് കൂടി ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഒരാളിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി പറയേണ്ട കാര്യമാണ്. 25 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത സിനിമ 29 ദിവസം എടുത്താണ് ഞങ്ങൾക്ക് ഷൂട്ടിംഗ് തീർക്കാൻ കഴിഞ്ഞത്. പക്ഷെ ആ 4 ദിവസം എന്നുള്ളത് മറ്റാരുടെയും കുറ്റം കൊണ്ടായിരുന്നില്ല. മഴ 2 ദിവസം ഞങ്ങളുടെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനെല്ലാം ബാധിച്ചു നിർത്തിവെക്കേണ്ടി വന്നു. പിന്നെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നമ്മുടെ കൃഷ്ണപ്രസാദിനുണ്ടായ ഒരു ചെറിയൊരു അപകടം, അത് നിമിത്തം 2 ദിവസം ഞങ്ങൾക്ക് മാറ്റേണ്ടി വന്നു. അത് ഒഴിച്ചിരുന്നു, അത് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ 25 ദിവസം കൊണ്ട് തന്നെ ഷൂട്ട് തീരുമായിരുന്നു. പിന്നെ ഓരോ ആർട്ടിസ്റ്റിനെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയുന്നില്ല, കാരണം അത്രയ്ക്കുള്ള നല്ല നല്ല പെർഫോമൻസ് അവരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്.
പിന്നെ ഇത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ച അവസാനം ശാസ്ത്രമംഗലം ബോർക്കിഡ് സ്റ്റുഡിയോയിലാണ് ഞങ്ങൾ എത്തിപ്പെട്ടത്. അവിടെ നിന്ന് വളരെ വളരെ തൃപ്തികരമായ തരത്തിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഔട്ടിറക്കി സെൻസറിങ് കോപ്പി വരെ ഇപ്പോൾ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോർക്കിഡ് സ്റ്റുഡിയോയിലെ ധനുഷേട്ടൻ, വിജയകുമാർ സാർ, എഡിറ്റർ അനൂപ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒന്ന് ഹായ് വളരെ സന്തോഷം. അത് പറയാം. പിന്നെ നമ്മുടെ ക്യാമറ വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ക്യാമറ എടുക്കുന്നതും മറ്റ് സംബന്ധിച്ച് നേരെ ആദ്യം തന്നെ ചെന്നത് സതീഷ് ഏട്ടൻ്റെ അടുത്താണ്. RTV സതീഷ് ഏട്ടൻ അവിടെ ഇപ്പോൾ ഇരിപ്പുണ്ട്. അപ്പം ആ ഒരു എന്താ പറയുക, ഓരോരുത്തരും ഞങ്ങൾ ഇടപെട്ട ഓരോരുത്തരും വളരെ വളരെ അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് ഞങ്ങളുമായിട്ട് ഇടപെട്ടത്. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടി ആലോചനാ സമയത്ത് ഞങ്ങൾ ആദ്യം ചെന്ന് കണ്ടത് നമ്മുടെ അജയ് ഘോഷ് പരൂർ അദ്ദേഹത്തിനെയാണ്. ഇതിന്റെ വരുവരായികളെ കുറിച്ചൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു സബ്ജക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വെറുതെ ചെയ്യേണ്ട, പോയി വീട്ടിലിരുന്നോ എന്ന് വരെ ഞങ്ങളോട് പറഞ്ഞ മനുഷ്യനും കൂടെയാണ് അജയ് ഘോഷ് അണ്ണൻ. എന്തായിരുന്നാലും ഞങ്ങൾ ധൈര്യപൂർവ്വം ഇറങ്ങി. ഇനി ബാക്കിയെല്ലാം നിങ്ങളുടെ കൈകളിലാണ്, ജനങ്ങളുടെ കൈകളിലാണ്. നമ്മൾ ഓരോരുത്തരും ശ്രമിച്ച് ഓരോരുത്തരെയായിട്ട് ഇത് കൊണ്ടുവന്ന് തിയേറ്ററിൽ കൊണ്ടുവന്ന് കാണിച്ച് പിന്നെ ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ എല്ലാവരും പരിശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ഒരു 3 ചടങ്ങ് നമുക്കിനി ഇവിടെ നടത്താനുണ്ട്. ഒന്ന് പോസ്റ്റർ റിലീസിംഗ് ആണ്. രണ്ടാമത് നമ്മുടെ 4 പാട്ടുകളും വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുത്ത മില്ലേനിയം ഓഡിയോസ് കോഴിക്കോട് പ്രതിനിധികളുടെ എത്തിയിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ആ പ്രതീകാത്മകമായിട്ട് ആ CD കൈമാറൽ ചടങ്ങ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ട്രെയിലർ, അത് വിഷ്വലൈസേഷൻ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് ആ പോസ്റ്റർ റിലീസിങ്ങിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. അതിനായിട്ട് പണിക്കർ സാറിനെയും നമ്മുടെ രാജശേഖര സാറിനെയും ഞാൻ ഹാർദമായിട്ട് ക്ഷണിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് CD പ്രകാശനം ആണ്. അപ്പം മില്ലേനിയത്തിന്റെ സഹിച്ചേട്ടൻ ഇപ്പം കുറച്ച് മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അവർക്ക് എത്താൻ നിർവാഹമില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങൾ ചടങ്ങ് നടത്തിക്കൊള്ളുക, ബാക്കിയുള്ളത് നമുക്ക് വഴിയെ സംസാരിക്കാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ CD ഒന്ന് എല്ലാവരെയും കാണിച്ചുകൊണ്ട് ദിനേശ് സാർ ഒന്ന് അത് പ്രകാശനം ചെയ്തതായിട്ടൊന്ന് പ്രഖ്യാപിക്കണം. മായമ്മ എന്ന സിനിമയുടെ CD ലോഞ്ച് ഇവിടെ നടക്കുകയാണ്. അതിന്റെ നമുക്കിനി ആ ട്രെയിലർ ലോഞ്ച് ഉണ്ട്, അത് സ്ക്രീനിൽ തന്നെ കാണാം. ഈ ചടങ്ങിലേക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ അജയ് ഘോഷ് പരൂർ, അജയ് ഘോഷ് എന്നെ ഞങ്ങൾ വിളിക്കുന്ന അജയ് ഘോഷ് പരൂരിനെ ഞാൻ ക്ഷണിക്കുകയാണ്. നമസ്കാരം. നമ്മുടെ വേദിയിലിരുന്ന വിശിഷ്ട വ്യക്തികൾക്കും നമ്മുടെ അധ്യക്ഷനും തുടങ്ങി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ നല്ലവരായ ഈ സിനിമാ പ്രേമികൾക്കും ഞാൻ എൻ്റെ ചെറിയ വാക്കിൽ നിന്നുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ
അതിലെല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുന്നു. കൂടാതെ എനിക്ക് 2 വാക്ക് കൂടെ പറയാനുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ സിനിമയെക്കുറിച്ച് ആധികാരികമായിട്ട് ഇവിടെ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആകെ 2 വാക്ക്. ഇന്നിപ്പോൾ ഏകദേശം ഒരു 10, 80, 100 പേര് അകത്ത് ഇവിടെ ഇരിപ്പുണ്ട്. ഈ 100 പേര് വിചാരിച്ച നമ്മുടെ സിനിമ 1,00,000 പേര് കാണും. കാരണം ഒരാളും നമുക്ക് എത്രയോ ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് ഓരോരുത്തർ എനിക്ക് തന്നെ ഏകദേശം ഉണ്ട് 12,000 കൂടുതൽ ആൾക്കാർ ഉള്ള ഒരു ഗ്രൂപ്പ് എനിക്കുണ്ട് 15. അപ്പം ഞാൻ ഈ 2,000 പേർക്ക് അയക്കുമ്പോൾ അവർ 2,000 പേർക്ക് അയച്ചു കഴിയുമ്പോൾ എത്ര പേര്? അപ്പം നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും അവരവരുടെ ഗ്രൂപ്പുകളിൽ നമ്മുടെ സിനിമയെക്കുറിച്ച് പറയുകയും അവരെ കൊണ്ട് ഇത് പ്രമോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പടം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം വിജയിപ്പിച്ചു കിട്ടാൻ സാധിക്കും. അങ്ങനെ സാധിച്ചാൽ നമുക്ക് ഉടൻ തന്നെ അടുത്ത ഒരു പടം ഉടനെ ചെയ്യാൻ സാധിക്കും. നമ്മുടെ പ്രൊഡ്യൂസർക്കും അതുമാത്രമല്ല നമ്മുടെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഇതിൽ പങ്കാളികളായ എല്ലാവർക്കും അതിൽ നല്ലൊരു ഭാഗം എല്ലാവർക്കും അത് കിട്ടുന്നതായിരിക്കും. കാരണം ഈ പടം അത്രത്തോളം വിജയിക്കും. കാരണം ഈ അടുത്ത കാലത്തെങ്ങും ഇങ്ങനൊരു സിനിമ, ഇങ്ങനൊരു കഥ ഇവിടെ ഇറങ്ങിയിട്ടില്ല. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. കാരണം പുള്ളുവൻപാട്ട് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും പുള്ളുവൻപാട്ട് കഥ ഇതെന്ന് പറയും. പക്ഷെ ആ സിനിമയുടെ കാതൽ അത് കണ്ടു കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാകും. അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ പടത്തിന് വേണ്ടി പ്രമോഷൻ ചെയ്യണം. എല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്ന് ടിക്കറ്റ് എടുത്ത് തന്നെ ഈ സിനിമ കാണണം. നമ്മൾ ഓരോരുത്തരും 10 പേരെ കൊണ്ടുവന്നാൽ കൊണ്ടുവന്നുമില്ല. 10 പേരെ വെച്ച് നമ്മൾ ഓരോരുത്തരും കൊണ്ടുവരുമ്പോൾ 1000 പേരായി. ഈ 1000 പേരും പറയുമ്പോൾ തന്നെ ഏകദേശം 10,000 പേരിലേക്ക് വരും. അതങ്ങനെ കൂടി പോകും. അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഒരു കലാകാരനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. പക്ഷേ നമ്മുടെ ചടങ്ങിൻ്റെ ഒഴുക്കിൽ അതൊന്ന് വിട്ടുപോയി. ഈ മായമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീ ബിജു കലാവേദി അദ്ദേഹം ഇരിപ്പുണ്ട്. അദ്ദേഹം ഒന്ന് എണീക്കണം. ഒരു നല്ല കൈയടി. ഒരുപാട് ഭംഗിയുള്ളൊരു കലാകാരനാണ്. ഒരുപാട് അറിയാം, നമുക്ക് ഒരുപാട് മുഖപരിചയമുള്ള ഒരു കലാകാരനാണ്. ഇതിലൊരു വളരെ ശ്രദ്ധേയമായ വളരെ നോട്ടമായിട്ടുള്ള ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു മൈൽ സ്റ്റോൺ സിനിമയായിട്ട് മാറട്ടെ എന്നുകൂടി ആഗ്രഹിക്കാം. നമുക്ക് വിഷ്വലിലേക്ക് പോകാം. Lights on.
കുട്ടിയെ വല്ലാണ്ട് ഇഷ്ടമായെന്ന് ഞങ്ങൾക്കറിയാം. നമ്പൂരാരുടെ പതിവ് ശൈലിയിലുള്ള ഇഷ്ടം മാത്രമാണോ അതോ എന്താ പറയുന്നത്? പച്ചയ്ക്ക് അവളെ കത്തിച്ച് ചാരം നമ്മുടെ ചീതാലിപ്പുഴ എടുക്കുന്ന കണ്ണീരിന് വില കൽപ്പിച്ചോണ്ടാ ഇത്രയും കാലം അവതാരം കാട്ടിയത്. ഇനി അത് വേണ്ട. എന്താ ഉണ്ടായെന്ന് മാത്രം പറഞ്ഞിട്ടില്ല. പക്ഷെ വേറൊരു കാര്യം പറയണ്ടായി. താലി കെട്ടിയ സ്വന്തം പെണ്ണിന് വർഷങ്ങളോട് ഹാസവും ശങ്കാര ശബ്ദവും തീവ്രാഗ്നി ചൊരിയുന്ന ദൃഷ്ടിദ്വയങ്ങളും ശേഷസ്വരൂപനാം ഗുരുനാഗരൂപമിക്കടം മധ്യത്തിലാടി മായമേ കലാവൻ